ഒഡീഷയിലെ സംബൽപൂർ രൂപതയിലെ ദേവാലയങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലായി അക്രമങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് രൂപതാധ്യക്ഷൻ ബിഷപ്പ് നിരഞ്ജൻ സുവൽ സിംഗ്. രൂപതയിലെ വൈദികർക്കും സന്യസ്തർക്കും അയച്ച നിർദ്ദേശത്തിലാണ് അതീവ ജാഗ്രത പുലർത്തണമെന്നും അക്രമങ്ങൾ തടയുവാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും ബിഷപ്പ് നിരഞ്ജൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സംബൽപൂർ രൂപതയിലെ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ചയും അനുബന്ധ അക്രമങ്ങളും തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് നിരഞ്ജൻ ജാഗ്രതയ്ക്കുള്ള നിർദ്ദേശം രൂപതയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി മെയ് 31 അർദ്ധരാത്രി രൂപതയിലെ അംലിഗാമൻ ഇടവക ദേവാലയത്തിൽ കവർച്ചാ സംഘം വൈദികരെ ഗൺ പോയിന്റിൽ നിർത്തി കവർച്ച നടത്തുകയും ഇടവക വൈദികനായ ഫാദർ സുശീൽ കെർക്കറ്റയെ ആക്രമിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രസ്തുത സംഭവത്തിന് മുമ്പ് കഹുചുവാനിലും രൂപതയുമായി അതിർത്തി പങ്കിടുന്ന റുക്കേല രൂപതയിലെ ദേവാലയത്തിലും സമാന സംഭവങ്ങൾ ഉണ്ടായതായി ബിഷപ്പ് നിരഞ്ജൻ പ്രസ്താവനയിലൂടെ വെളിപ്പെടുത്തി. കവർച്ചയും അനുബന്ധ അക്രമങ്ങളും തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ വൈദികരും സന്യസ്തരും അതീവ ജാഗ്രത പുലർത്തണമെന്നും അതിനുവേണ്ട ചില നിർദ്ദേശങ്ങളുമാണ് ബിഷപ്പ് നിരഞ്ജൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അക്രമസംഭവങ്ങൾ തടയുന്നതിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നും ബിഷപ്പ് നിരഞ്ജൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കവർച്ചകളും അനുബന്ധ അക്രമങ്ങളിലും അപലപിക്കുന്നതായും ബിഷപ്പ് നിരഞ്ജൻ വ്യക്തമാക്കി. ചർച്ച് ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.